സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ LDF അധികാരത്തിലേക്ക് ഏറുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 92 സീറ്റുകളിൽ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ LDF നേടുകയും 46 സീറ്റുകൾ മാത്രം UDF ഒതുങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇടതുപക്ഷ പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. ഈ ഇലക്ഷൻ്റെ ഭാഗമായി പലയിടങ്ങളിലും ധാരാളം ഫ്ലക്സുകൾ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷ മുന്നണി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യാൻ പാർട്ടി പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് മാലിന്യ സംസ്കരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഏറ്റെടുക്കാൻ ഇടതുപക്ഷ പ്രവർത്തകന്മാർ ഈ ഇലക്ഷൻ ഘട്ടത്തിൽ തന്നെ സന്നദ്ധമാകും. പലയിടങ്ങളിലും പ്രകോപനങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള യാതൊരു പ്രകോപനത്തിലും പാർട്ടി പ്രവർത്തകന്മാർ പെട്ടുപോകരുത്. അത്തരം പ്രശ്നങ്ങളെല്ലാം ആത്മസംയമനത്തോടു കൂടി നേരിട്ട് ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അത് കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം എല്ലാ പാർട്ടി പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിച്ച, അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ രീതിയിൽ ഞങ്ങളെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. അത് സംബന്ധിച്ച് നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. നാളെ ഉച്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും. അങ്ങനെ പോളിറ്റ് ബ്യൂറോ പ്രതിനിധികളുടെ കൂടി സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം നാളെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളും. അല്ല, ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നാളെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഭൂരിപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടാണ് ഇത്തവണ സ്വീകരിച്ചത്. എല്ലാ മതവിഭാഗത്തിലും എല്ലാ സമുദായത്തിലുംപ്പെട്ട മതനിരപേക്ഷ ചിന്താഗതിക്കാർ, വർഗീയതയ്ക്കെതിരായി ചിന്തിക്കുന്നവർ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് നിന്നത്. അങ്ങനെയുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഇടതുപക്ഷ മുന്നണി തുടർന്ന് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. ഓരോ മണ്ഡലത്തിലും ഉണ്ടായ വോട്ടിൻ്റെ സ്ഥിതി എന്താണ്, അതിലെവിടെയെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടിൽ എന്തെങ്കിലും ചോർച്ചയുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അങ്ങനെ കാണുന്നില്ല. പക്ഷേ എന്നാലും പല മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് പാർട്ടി ഗൗരവമായിട്ടാണ് അത് കണക്കിലെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശക്തികളെ ദുർബലപ്പെടുത്താൻ, മതേതര ജനവിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ അത്തരം സ്ഥലങ്ങളിലെല്ലാം പാർട്ടി മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിക്കും. 2006 തെരഞ്ഞെടുപ്പിന് ശേഷം CPM LDF ആഗ്രഹിച്ച ഒരു വിജയം ഉണ്ടായിട്ട് ഇപ്പോഴാണ് വലിയ വിജയം ഉണ്ടാകുന്നത്. സംഘടനാപരമായിട്ടുള്ള ന്യൂനതകളും പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു ആത്മവിശ്വാസമുണ്ട്. CPIM-നകത്ത് ഇപ്പോൾ യാതൊരുവിധ സംഘടനാ പ്രശ്നങ്ങളും ഇല്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് ഇലക്ഷനിൽ പ്രവർത്തിച്ചത്. എല്ലാ പാർട്ടി മെമ്പർമാരും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി അനുഭാവികളാകെ ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങി. എല്ലാ വർഗഭോജന സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്നവരും
LDF വലിയ വിജയമാണ് കേരളത്തിൽ നേടിയത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആരാകും നിയമസഭാ കക്ഷി നേതാവ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ മറുപടിയാണ് നൽകിയത്. നാളെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകും. CPM സീതാറാം യെച്ചൂരി കൂടി പങ്കെടുക്കുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൂടി പങ്കെടുക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ മറുപടി പറയാൻ കഴിയുക എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടെ LDFന് വൻ വിജയം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 92 സീറ്റുകളിൽ LDF മുന്നേറ്റം തുടരുകയാണ്. UDF 46 സീറ്റുകളിൽ ഒതുങ്ങി. RSPക്കും JDUവിനും പൂർണ്ണ പരാജയമാണ്. 4 മന്ത്രിമാർ തോൽവി ഏറ്റുവാങ്ങി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, സമ്പൂർണ്ണമായ ഒരു ചിത്രം എങ്ങനെയാണ്? ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം വന്നതടക്കമുള്ള കാര്യങ്ങൾ. അരുൺ, LDFന് മികച്ച വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 140-ൽ 92 സീറ്റിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ ഫലം പുറത്തു വന്നതിൽ 92 സീറ്റിൽ LDF വിജയിച്ചിരിക്കുന്നു. UDF 46 സീറ്റിലാണ് വിജയിച്ചിരിക്കുന്നത്. NDA ഒരു സീറ്റിലും അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ PC ജോർജ് പൂഞ്ഞാറ് PC ജോർജും വിജയിച്ചിട്ടുണ്ട്. LDF മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. LDFന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കൊക്കെയും 10,000-നും 20,000-നും 30,000-നും മുകളിലാണ് ഭൂരിപക്ഷം എന്നുള്ളതുമാണ് വസ്തുത. അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള UDF നേതാക്കൾ പലരും പരാജയപ്പെട്ടു. 5 മന്ത്രിമാർ പരാജയപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ സ്പീക്കർ ശക്തൻ, പാലോട് രവി, ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, KP മോഹനൻ, PK ജയലക്ഷ്മി, K ബാബു ഉൾപ്പെടെയുള്ളവരാണ് പരാജയം രുചിച്ചത്. അതോടൊപ്പം തന്നെ UDFിലെ ഘടകകക്ഷികളായിട്ടുള്ള ജനതാദൾ യുവിന് 7 സീറ്റുകളിൽ 7 പേരും തോറ്റു. അതോടൊപ്പം തന്നെ RSP 5 സീറ്റുകളിൽ 5 പരാജയത്തിന്റെ കൈപ്പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ CMP CP ജോണും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDFന് മികച്ച വിജയമാണ് കേരളത്തിൽ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്ത് പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് 14 സീറ്റിൽ LDF 9 വിജയിച്ചത്. UDFന് 4 വിജയിക്കാൻ കഴിഞ്ഞു. BJP തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറന്നു. നേമത്ത് V ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി O രാജഗോപാൽ വിജയിച്ചിരിക്കുന്നു. LDFന്റെ വിജയിച്ചവർ ഇവരാണ്: ജോയി, സത്യൻ, V ശശി, C ദിവാകരൻ, DK മുരളി, കടകംപള്ളി സുരേന്ദ്രൻ, CK ഹരീന്ദ്രൻ, IB സതീഷ്, ആൻസലൻ എന്നിവരാണ് LDFിൽ നിന്നും വിജയിച്ചത്. UDFിൽ നിന്നും വിജയിച്ചത് K മുരളീധരൻ, VS ശിവകുമാർ തിരുവനന്തപുരത്ത് ആന്റണി രാജുവിനെ പരാജയപ്പെടുത്തി. ശബരിനാഥൻ, അതോടൊപ്പം തന്നെ M വിൻസെന്റ് എന്നീ 4 പേരാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചവരിൽ വിജയിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ പരാജയപ്പെട്ട പ്രമുഖർ ഇവരാണ്: N ശക്തൻ, പാലോട് രവി, TN സീമ, വർക്കല കഹാർ, V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, V ശിവൻകുട്ടി, സെൽവരാജ് എന്നിവർ പരാജയപ്പെട്ട പ്രമുഖരിൽ ഉൾപ്പെടുന്നു. കൊല്ലം ജില്ലയിൽ 11 സീറ്റിൽ 11 നേടിക്കൊണ്ടാണ് LDF മികച്ച മുന്നേറ്റം കൊല്ലം ജില്ലയിൽ കുറിച്ചിരിക്കുന്നത്. വിജയിച്ച LDF സാരഥികൾ ഇവരാണ്: R രാമചന്ദ്രൻ, വിജയൻ പിള്ള, കോവൂർ കുഞ്ഞുമോൻ, ഐഷ പോറ്റി, ഗണേഷ് കുമാർ, K രാജു, മുല്ലക്കര രത്നാകരൻ, മേഴ്സിക്കുട്ടിയമ്മ, മുകേഷ്, നൌഷാദ്, ജയലാൽ എന്നിവരാണ് വിജയിച്ചത്. ഇതിൽ പരാജയപ്പെട്ട പ്രമുഖർ കൊല്ലം ജില്ലയിൽ A അസീസ്, ഷിബു ബേബി ജോൺ, ചലച്ചിത്ര താരം ജഗദീഷ് 25,000-ഓളം വോട്ടുകൾക്ക് ആണ് പരാജയപ്പെട്ടിരിക്കുന്നത്. MM ഹസൻ, അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരും പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. പത്തനംതിട്ട ജില്ല എടുത്ത് പരിശോധിച്ചാൽ പത്തനംതിട്ടയിലും LDFന് വലിയ മുൻതൂക്കമാണ് ലഭിച്ചിരിക്കുന്നത്. 5-ൽ 4 സീറ്റും LDF പിടിച്ചെടുത്തിരിക്കുന്നു. മാത്യു ടി തോമസ്, രാജു അബ്രഹാം, വീണ ജോർജ്, ചിറ്റയം ഗോപകുമാർ എന്നിവരാണ് വിജയിച്ച LDF സാരഥികൾ. അടൂർ പ്രകാശിന് മാത്രമാണ് പത്തനംതിട്ടയിൽ വിജയിക്കാൻ കഴിഞ്ഞത്. UDF സാരഥി ശിവദാസൻ നായരെ കടപുഴക്കി വീഴ്ത്തിയത് വീണ ജോർജ് ആണ്. ആലപ്പുഴ ജില്ല എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ 9 സീറ്റുകളിൽ 8 LDF മികച്ച വിജയം കുറിച്ചിരിക്കുന്നു. ഒരിടത്ത് മാത്രമാണ് UDFന് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞത്. രമേശ് ചെന്നിത്തല ആണ് വിജയിച്ചത്. അവിടെ വിജയിച്ച LDF സാരഥികൾ ഇവരാണ്: ആരിഫ്, AM ആരിഫ്, തിലോത്തമൻ, P തിലോത്തമൻ, തോമസ് ഐസക്, G സുധാകരൻ, തോമസ് ചാണ്ടി, പ്രതിഭ ഹരി, R രാജേഷ്, KK രാമചന്ദ്രൻ നായർ എന്നിവരാണ് വിജയിച്ച LDF സാരഥികൾ. ഇവിടെ പരാജയപ്പെട്ട പ്രമുഖർ ലാലി വിൻസെന്റ്, M ലിജു, PC വിശ്വനാഥ് എന്നിവരാണ് പരാജയപ്പെട്ടത്. കോട്ടയം എടുത്ത് പരിശോധിച്ചാൽ 9 സീറ്റുകളിൽ
6 UDF വിജയിച്ചു, 2 LDF വിജയിച്ചു. PC ജോർജ് പൂഞ്ഞാറിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിച്ചു. KM മാണി 4703 വോട്ടുകൾക്ക് മാണി സി കാപ്പനെ പരാജയപ്പെടുത്തി. അതോടൊപ്പം തന്നെ മോൻസ് ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി, CF തോമസ്, ജയരാജ് തുടങ്ങിയവരാണ് വിജയിച്ച UDF സാരഥികൾ. LDFന്റെ ഏറ്റുമാനൂരിൽ നിന്നും സുരേഷ് കുറുപ്പും CK ആശ വൈക്കത്ത് നിന്നും വിജയിച്ചു. പൂഞ്ഞാറിൽ PC ജോർജാണ് വിജയിച്ചത്. PC ജോർജിന് 25,000-ലധികം ഭൂരിപക്ഷത്തിലാണ് PC ജോർജ് വിജയിച്ചത്. ഇടുക്കി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 5-ൽ 3 വിജയം കൊയ്യാൻ LDFനായി. രാജേന്ദ്രൻ, MM മണി, ബിജിമോൾ എന്നീ 3 പേരാണ് വിജയിച്ചത്. UDFന്റെ റോഷി അഗസ്റ്റിനും PJ ജോസഫും വിജയിച്ചു. റോഷി അഗസ്റ്റിൻ ഫ്രാൻസിസ് ജോർജിനെയാണ് പരാജയപ്പെടുത്തിയത്. എറണാകുളത്ത് 14-ൽ UDF 9 വിജയിച്ചപ്പോൾ LDFന് 5 വിജയിക്കാൻ കഴിഞ്ഞത്. എൽദോസ് കുന്നപ്പള്ളി, അൻവർ സാദത്ത്, ഇബ്രാഹിം കുഞ്ഞ്, VD സതീശൻ, ഹൈബി ഈഡൻ, PT തോമസ്, അനൂപ് ജേക്കബ് തുടങ്ങിയവർ വിജയിച്ചപ്പോൾ S ശർമ്മ, KJ മാക്സി, M സ്വരാജ്, എൽദോ എബ്രഹാം, ആന്റണി ജോൺ എന്നിവരാണ് LDFിൽ നിന്നും വിജയിച്ചത്. തൃപ്പൂണിത്തുറയിൽ M സ്വരാജ് 4000-ലധികം വോട്ടുകൾക്ക് K ബാബുവിനെ പരാജയപ്പെടുത്തി. അട്ടിമറി വിജയമാണ് എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ പരാജയപ്പെട്ട മറ്റു പ്രമുഖർ സാജു പോൾ, ഡൊമിനിക് പ്രസന്റേഷൻ, സെബാസ്റ്റ്യൻ പോൾ, ജോസഫ് വാഴക്കൻ എന്നിവരാണ് പരാജയപ്പെട്ട പ്രമുഖർ. തൃശൂർ ജില്ല എടുത്ത് പരിശോധിച്ചാൽ 13-ൽ 13 LDF വിജയം കൊയ്തു എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. തൃശൂരും കൊല്ലവുമാണ് 2 ജില്ലകൾ അപ്പാടെ ചുവപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ LDF വിജയം കുറിച്ചിരിക്കുന്നത് എന്നും ചൂണ്ടിക്കാട്ടേണ്ടി വരും. വിജയിച്ചവർ ഇവരാണ്. തൃശൂർ ജില്ലയിൽ UR പ്രദീപ്, AC മൊയ്തീൻ, അബ്ദുൽ ഖാദർ, മുരളി പെരുന്നെല്ലി, മേരി തോമസ്, K രാജൻ, VS സുനിൽകുമാർ, ഗീത ഗോപി, ടൈസൺ മാസ്റ്റർ, KV അരുണൻ, C രവീന്ദ്രനാഥ്, BD ദേവസി, VR സുനിൽകുമാർ എന്നിവരാണ് വിജയിച്ച LDFിലെ സാരഥികൾ. പരാജയപ്പെട്ട പ്രമുഖർ ഇവരാണ്. CP ജോൺ, MP വിൻസെന്റ്, പത്മജ വേണുഗോപാൽ, തോമസ് ഉണ്ണിയാടൻ, ചീഫ് വിപ്പ്, KP ധനപാലൻ എന്നിവരാണ് തൃശൂർ ജില്ലയിൽ പരാജയപ്പെട്ടത്. തീർച്ചയായും അതിന്റെ ഒരു സമഗ്രമായ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒരു ഇടവേള കൂടി അനിവാര്യമാകുന്നു. എന്തായാലും വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ LDF നടത്തിയത്. 92 സീറ്റുകൾ നേടിയപ്പോൾ 46 സീറ്റുകളിൽ UDF ഒതുങ്ങുകയും. LDF മുന്നോട്ട് വെച്ച നയങ്ങളുടെ വിജയമെന്ന് പിണറായി വിജയൻ. രാഷ്ട്രീയ ജീർണതയ്ക്കും വർഗീയതയ്ക്കുമെതിരായ വിധിയെഴുത്തെന്നും പിണറായി വിജയൻ പറഞ്ഞു. ശ്രദ്ധേയമായ വിജയമാണ് കേരളത്തിൽ LDFന് ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിന് ആദ്യമായും വോട്ടർമാർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തരമൊരു വിജയം കേരളത്തിൽ LDFന് നേടാനിടയായത് നമ്മുടെ നാട്ടിലെ UDF എല്ലാ മൂല്യങ്ങളും നശിപ്പിച്ച് അത്ര കണ്ട് ജീർണത ബാധിച്ചതിൻ്റെ ഫലമായിട്ടാണ്. UDFന്റെ ജീർണതക്കെതിരെയുള്ള വിധിയെഴുത്താണിത്. അതോടൊപ്പം തന്നെ വർഗീയ വിധ്വംസക ശക്തികളെ പൂർണ്ണമായും ജനങ്ങൾ നിരാകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. പരാജയം തന്നെയാണെന്ന് ഉമ്മൻചാണ്ടി. തിരിച്ചടി അപ്രതീക്ഷിതമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അന്തിമ വിധി. ഈ ജനവിധിയെ UDF മാനിക്കുന്നു. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ്. ഞങ്ങൾ പ്രചരണ രംഗത്തും അതിനുശേഷം ഉള്ള ഒരു ചർച്ചയിലുമെല്ലാം മെച്ചപ്പെട്ട ഒരു പ്രകടനം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അതിന് വ്യത്യസ്തമാണ് ഈ വിധി. പരാജയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഏതായിരുന്നാലും ഈ കാര്യത്തെക്കുറിച്ച് പാർട്ടി തലത്തിൽ ഞങ്ങൾ ആലോചിക്കും, മുന്നണി തലത്തിൽ ഞങ്ങൾ ആലോചിക്കും. അത് ആ ചർച്ചകൾക്ക് ശേഷം അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയിക്കും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി. പകുതിയിലധികം സീറ്റുകളിലും തൃണമൂൽ മുന്നേറ്റം. 126 സീറ്റുള്ള അസമിൽ 84 സീറ്റ് ഉറപ്പിച്ച BJP അധികാരത്തിലേക്ക്. തമിഴ്നാട്ടിൽ ജയലളിതയുടെ AIADMK തന്നെയാണ് മുന്നിൽ.